ഹലോ, ഇന്നെനിക്ക് എക്സാമുള്ള ദിവസമായിരുന്നു. ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്ത് വെച്ചായിരുന്നു. കഴിഞ്ഞ 25-ാം തീയതി ആയിരുന്നു എക്സാം. പക്ഷേ ഇപ്പോൾ ലേറ്റായി പോയി. എക്സാം എഴുതി വന്നിട്ട് റെസ്റ്റായിരുന്നു ഫുള്ള്. എത്ര നാൾ കഷ്ടപ്പെട്ട് പഠിച്ചത്. എക്സാം കഴിയുമ്പോൾ 2 ദിവസം റെസ്റ്റൊക്കെ ഞാൻ എടുക്കും. അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് ഇടാനായിട്ട് ഇത്ര താമസിച്ചത്. അപ്പം നമ്മൾ ഉച്ചക്കാണ് എക്സാം. ഉച്ചക്കാണെങ്കിലും നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. കാരണം ആലപ്പുഴയിലായിരുന്നു എനിക്ക് എക്സാം. പിന്നെ നമുക്ക് ഹൈവേ കൂടിയൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അരൂർ തൊട്ട് തുറവൂർ വരെ നല്ല ബ്ലോക്കായിരിക്കും. പിന്നെ മാത്രമല്ല കുഴിയുമാണ്, ചെളിയുമാണ്. വിശന്നിരുന്ന എക്സാം എഴുതാൻ കഴിയില്ലാത്തതുകൊണ്ട് ഒരു സ്വീറ്റ് പപ്സ് കഴിക്കാമെന്ന് വെച്ച് അടുത്ത കടയിൽ കയറി ഞങ്ങളൊരു സ്വീറ്റ് പപ്സ് വാങ്ങിച്ചു. അവനൊരു മീറ്റ് പപ്സും കഴിച്ചു. പിന്നെ നമ്മൾ ലൈമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമിന് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ഇതിനൊരു കുറവും വരുത്തണ്ടെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ എക്സാം സെൻറ്റർ. അങ്ങനെ പിന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നാലും എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യും. ഞാനിതുവരെ എല്ലാം അയച്ചിട്ടുള്ള എല്ലാ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ PSC എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കണം, ഭയങ്കര ഡെഡിക്കേഷനിലും പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നല്ല ലക്കും ഒക്കെ വേണം. പിന്നെ എക്സാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. എക്സാം എഴുതി ക്ഷീണിച്ച് വന്ന് പൊറോട്ടയായിരുന്നു കഴിച്ചത്. അങ്ങനെ പിന്നെ എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് GK ഒക്കെ വളരെ സിമ്പിളായിരുന്നു. പിന്നെ അങ്ങോട്ട് സയൻസിൻ്റെ ഭാഗ്യമൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടഫായിക്കൊണ്ടിരുന്നു. പിന്നെ മാത്സ് ആയാലും കുറേ സിമ്പിളും ഉണ്ടായിരുന്നു, അതനുസരിച്ച് പാടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. 10th പ്രിലിംസ് ആയിരുന്നു. പക്ഷേ 10th പ്രിലിംസിന് ഇത്രയും ടഫുള്ള ക്വസ്റ്റ്യനൊക്കെ വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു മൂകതയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഫുള്ള് കിളി പോയിട്ടാണ് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. അപ്പോൾ എക്സാം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ പാടുമായിരുന്നു, സിമ്പിളും ആയിരുന്നു. പക്ഷേ എഴുതിയിട്ടുണ്ട് അറിയാവുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.